നല്ല ഭംഗിയായിട്ട് കിടക്കുകയും വേണം, കൂട്ടത്തിൽ വളർത്തിയെടുക്കുകയും വേണം. അതല്ലേ നമുക്ക് വേണ്ടത്. സോ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഞാൻ കാണിച്ചു വെച്ച കുറച്ച് മണ്ടത്തരങ്ങളാണേ. മുടി വേഗത്തിൽ വളർത്താൻ വേണ്ടിയിട്ട് ഹെയർ ഓയിലിംഗ് വേണമെന്ന് നമുക്കറിയാലോ. അപ്പോൾ ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ആഴ്ചയിൽ 7 ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ ഈ എണ്ണ വാരി കുളിക്കുക എന്നൊക്കെ പറയില്ലേ, അമ്മാതിരിയൊക്കെ ഞാൻ തലയിൽ ഇങ്ങനെ തേച്ച് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ ഹെയർ പാക്ക് എടുത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തൊരു 1.5 മണിക്കൂർ ഈ ഹെയർ പാക്ക് തലയിലൊന്ന് പിടിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും. നല്ല ഡ്രൈ ആവുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും. ആൻഡ് ഫാനിൻ്റെ മൂട്ടിലൊക്കെ ആയിരിക്കും പോയിരിക്കാറ്. അതിനുശേഷം ഇതെല്ലാം കൂടെ വാഷ് ചെയ്ത് കളയും. ഒരാഴ്ചയ്ക്ക് അങ്ങനെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോയി. അതിനുശേഷം സംഭവിച്ചതെന്ന് വെച്ചാൽ മുടി കൊഴിയുന്നുണ്ട്, ആൻഡ് തലവേദന എടുക്കുന്നുണ്ട്, തലനീരിറങ്ങുന്നുണ്ട്, ജലദോഷം ഒരു ബഹളമായി. അങ്ങനെ ഈ ഹെയർ പാക്കുകൾ യൂസ് ചെയ്യാൻ തന്നെ എനിക്ക് പേടിയായി തുടങ്ങി. സോ പിന്നീടാണ് മനസ്സിലായത് കറക്റ്റ് ഫോമിലല്ല ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഹെയർ പാക്ക് 2 എണ്ണോ 3 എണ്ണോ അത്രയും മതി, അത് കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആഴ്ചയിൽ 3 ദിവസം തലയിൽ ഓയിൽ ചെയ്താൽ മതി, 1 ദിവസം ഒരു പാക്ക്, അങ്ങനെ അപ്ലൈ ചെയ്യാനും പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഹെയർ ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓയിൽ നമ്മളൊരു 10-20 മിനിറ്റ് കഴിഞ്ഞ് ഈ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ആ 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്ത് കളയാനും ശ്രദ്ധിക്കണം. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് കംഫർട്ടബിളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഹെയർ പാക്കാണ്. ആൻഡ് 2 എണ്ണത്തിൽ 1 എണ്ണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഹെയർ പാക്കാണ്. ആൻഡ് എഗൈൻ ഞാൻ പറയുകയാണ്, ഏത് പാക്ക് യൂസ് ചെയ്താലും നമ്മളൊരു 10-20 മിനിറ്റിനകം വെച്ചാൽ മതി തലയിൽ. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ഷാമ്പൂ ആണോ അത് യൂസ് ചെയ്ത്, മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പൂ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മുടി നല്ല സെറ്റായിട്ട് കിടക്കും കേട്ടോ. സോ ഞാൻ ഭൂമികയുടെ ഹെയർ ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് താരനൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ കൊഴിച്ചിൽ എനിക്ക് തോന്നുന്നു ഈ ചൂടാണ്. അതുപോലെ തന്നെ 2-3 ദിവസമായി ഞാൻ മുടിയിലൊന്ന് ഓയിൽ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓട്ടമാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ മുടി അത്യാവശ്യം കൊഴിയുന്നതോടൊപ്പം വളരുന്നുണ്ടെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. എന്തായാലും ഞാൻ നല്ല രീതിയിൽ ഇന്ന് ഓയിലൊക്കെ ചെയ്ത് നല്ല സമാധാനമായിട്ടിരിക്കാനാണ് എൻ്റെ തീരുമാനം. ഓക്കെ, എന്തായാലും അതിനുശേഷം മുടിയൊക്കെ അങ്ങ് ടോപ്പിലേക്ക് കെട്ടിവെച്ചു. ഇനി നേരെ എൻ്റെ കറ്റാർവാഴ തോട്ടത്തിലേക്കാണ്. അപ്പോൾ ഞാൻ 2 ചട്ടി നിറയെ കറ്റാർവാഴ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വളർന്നു നിൽപ്പുണ്ട്. ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ 1 എണ്ണം, ഒരു കുഞ്ഞ് തണ്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനെ കമഴ്ത്തി ഞാൻ വയ്ക്കുന്നുണ്ട്. എന്തിനാ വെച്ചാൽ ഈ യെല്ലോ കറ കണ്ടോ നിങ്ങൾ, കുറച്ച് നേരം ഇങ്ങനെ വെക്കുമ്പോഴത്തേനും ഈ യെല്ലോ കറ എല്ലാം കൂടെ വന്നിട്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ അടിഞ്ഞിരിക്കും. സോ അത് വാഷ് ചെയ്ത് കളയാം. ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻ വരും, സ്കിന്നിൽ ചൊറിച്ചിലൊക്കെ വരും കേട്ടോ. ഞാനങ്ങനെ ഒരിക്കൽ യൂസ് ചെയ്ത് എനിക്ക് പണി കിട്ടിയതാണ്. അതുകൊണ്ട് അത് എടുത്തു. അതിനുശേഷം ചെമ്പരത്തി പൂവില്ലേ, ചെമ്പരത്തി പൂവ് പറിച്ചു. അതിൻ്റെ മൊട്ടും ഒരു 3-4 പൂവും ആൻഡ് മൊട്ടും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ആൻഡ് ഈ കറ്റാർവാഴ എടുക്കുമ്പോഴത്തേനും ഞാനൊരു ബൗളിൽ വെള്ളം എടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ആ കറ്റാർവാഴയുടെ ജെല്ല് ഈ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കും. അതിനുശേഷം വാഷ് ചെയ്താണ് എടുക്കുന്നത്. സോ ഇതെല്ലാം കൂടെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇനി ഒരാളെ കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ആരായിരിക്കും? നമ്മുടെ തൈര് തന്നെയാണ്. ഒരു 3 സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. ആൻഡ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് അരച്ചെടുത്തിട്ട് നന്നായിട്ട് അരിച്ചിട്ട് വേണം ഹെയറിൽ അപ്ലൈ ചെയ്യാനേ. ഇത് അരിക്കാതെ ഡയറക്റ്റായിട്ട് മുടിയിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പൊടി പോലെ ഇങ്ങനെ മുടിയിൽ പറ്റി പിടിച്ചിരിക്കാതെ നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ആയിരിക്കും. ആൻഡ് 2 ദിവസം കഴിഞ്ഞാലേ പിന്നെ അത് പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അരിച്ചില്ല, ഞാൻ ഡയറക്റ്റായിട്ട് ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അങ്ങ് ഡയറക്റ്റായിട്ട് എടുത്തങ്ങ് തേച്ച്. വലിയ മടിയാണ് എനിക്ക്. സോ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ മുടി ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിട്ട് അയച്ചിടുമ്പോൾ കണ്ടോ, മുടി എന്ന് വെച്ചാൽ ഓയിലുണ്ടോയെന്ന് വെച്ചാൽ ഓയിലുണ്ട്, നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് അടിപൊളിയായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. ഇന്ന് ഓഫീസിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പോവേണ്ടി വന്നതിൻ്റെ വിഷമം കൊണ്ടുള്ള ഇരിപ്പാണ്. അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ടാറ്റാ ബൈ.